എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 4 സ്റ്റാർ ഇൻ ദ ജാർ എന്ന പാഠഭാഗത്തിലെ കഥയായ ദ ഫ്രണ്ട് ഫ്രം മാർസ് എന്ന കഥയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്തേക്കുക. ദ ഫ്രണ്ട് ഫ്രം മാർസ് എന്ന് പറഞ്ഞാൽ എന്താ? ചൊവ്വ ഗ്രഹത്തിൽ നിന്നുള്ള ഒരു സുഹൃത്ത്. അതായത് മാർസ് എന്ന് പറഞ്ഞാൽ ചൊവ്വ ഗ്രഹത്തെയാണ് എന്ത് പറയുക, മാർസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് സ്പേസ് ഷിപ്പ്. എന്നത് അന്യഗ്രഹ ജീവികളുടെ വാഹനത്തെയാണ് എന്ത് ചെയ്യുക, സ്പേസ് ഷിപ്പ് എന്ന് പറയുക. ആ പച്ച കളറിലൊരു ജീവിയെ കാണുന്നില്ലേ, അതാണ് ഏലിയൻ. അതായത് അന്യഗ്രഹത്തിൽ ജീവിക്കുന്ന ജീവികളെയാണ് എന്ത് പറയുക, അന്യഗ്രഹ ജീവി അല്ലെങ്കിൽ ഏലിയൻ എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ടീച്ചർ ഒരു കാര്യം ചോദിക്കുക. നിങ്ങളുടെ മുമ്പിലാണ് നിങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു സ്പേസ് ഷിപ്പ് വരികയും അതിൽ നിന്ന് ഇതുപോലെ ഒരു പച്ച കളറിലുള്ളൊരു ജീവി ഇറങ്ങുകയും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അമ്മാന്ന് വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഒറ്റ ഓട്ടം ഓടും. അപ്പോൾ നമുക്കിനി പാഠഭാഗത്തിലേക്ക് പോകാം. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് യു സീ ഇൻ ദ പിക്ചർ? ഒരു മങ്കി ഇരിപ്പുണ്ട്. പിന്നെ എന്താ, സൂം എന്നൊരു ശബ്ദം കേട്ട് കുരങ്ങൻ വാട്ട്സ് ദാറ്റ് സൗണ്ട്, എന്താണ് ആ ശബ്ദം എന്ന് പറഞ്ഞ് ആ കുരങ്ങൻ ഇങ്ങനെ എന്താണ് നോക്കിയാണ്. നോക്കൂ, താഴെ ഇരിക്കുന്ന റാബിറ്റ് എന്താ പറയുന്നത്? ലുക്ക്, സംതിങ് ഈസ് കമ്മിങ് ഡൗൺ. നോക്കൂ, താഴേക്ക് എന്തോ വീണുകൊണ്ടിരിക്കുന്നുവെന്ന് റാബിറ്റ് പറയുകയാണ്. നെക്സ്റ്റ് പേജിൽ എൻ ഈഗിൾ ഫെൽ ഡൗൺ. ഒരു പരുന്ത്, ഒരു ഈഗിള് താഴെ വീണു. ഇറ്റ്സ് വിങ്സ് വെയർ ബേൺഡ്. അതിൻ്റെ ചിറകുകൾ, വിങ്സ് മീൻസ് ചിറകുകൾക്ക് എന്ത് ചെയ്തു? ചിറകുകൾ എന്താണ്, എന്തോ മുറിവ് പറ്റി, ബേൺഡ്, കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ദ മങ്കി ആൻഡ് ദ റാബിറ്റ് റഷ് ടു ദ ഈഗിൾ. മങ്കിയും റാബിറ്റും എന്താണ്, ഈ പരുന്തിൻ്റെ അടുത്തേക്ക് പാഞ്ഞു അല്ലെങ്കിൽ ഓടിപ്പോയി. പരുന്തിൻ്റെ അടുത്ത് എന്താ, തട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് തട്ട് എന്ന് പറയുന്നത്. മങ്കി ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു? അതിന് മറുപടിയായിട്ട് ഈഗിൾ പറയുകയാണ്, എ ബിഗ് ബേർഡ് ഈസ് ദയർ അവിടെ. എന്താണ്, ഒരു വലിയ ബേർഡ്, വലിയൊരു പക്ഷിയുണ്ട്. ഇൻ ദ സ്കൈ, എവിടെയാണ്? ആകാശത്തിൽ ഒരു വലിയ ബേർഡുണ്ട്. ഫയർ കെയിം ഔട്ട് ഫ്രം ഹിസ് മൗത്ത്. അതിൻ്റെ വായിൽ നിന്ന് എന്താണ്, തീ, ഫയർ, തീ പുറത്തു വരുന്നു. ഇറ്റ് ബേൺഡ് മൈ വിങ്സ്. ആ തീ എൻ്റെ ചിറകുകൾ കരിയിച്ചു കളഞ്ഞു എന്ന് നമ്മുടെ ഈഗിള് പറയുകയാണ്. അവിടെ നോക്കൂ, സൂ സൂ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു വെളിച്ചം പോലെ വരുന്നുണ്ട് അല്ലേ അവിടെ വെളിച്ചത്തിൽ. അപ്പോൾ നോക്കൂ, റാബിറ്റ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കമ്മിങ് ക്ലോസർ, റൺ റൺ. അത് നമ്മുടെ അടുത്തേക്ക് വരുന്നു, ഓടൂ ഓടൂ എന്ന് റാബിറ്റ് പറയുകയാണ്. ദ റാബിറ്റ് ഹോപ്ഡ് ഓവർ ദ ഗ്രാസ്. പുല്ലിൻ്റെ മുകളിലൂടെ മുയൽ ചാടി ചാടി പോയി കേട്ടോ. പേടിച്ചിട്ട് ആ ഗ്രാസ് മീൻസ് പുല്ല് അല്ലേ, പോച്ച. ആ പോച്ചയുടെ പുറത്തൂടെ എന്താണ്, റാബിറ്റ് ഹോപ്പ് ഓവർ, അതായത് ചാടി ചാടി പോയി. ദ മങ്കി ക്ലൈംഡ് അപ്പ് എ ബിഗ് ട്രീ. വലിയ മരത്തിലേക്ക് മങ്കി എന്ത് ചെയ്തു? ഉടനെ വലിയ മരത്തിലേക്ക് കയറിപ്പോയി. ഈഗിളിന് ഈ ശബ്ദം കേട്ടിട്ട് ഇനി പറന്നു പോകാൻ പറ്റത്തില്ല അല്ലേ, എന്തുകൊണ്ടാണ്? കരിഞ്ഞു പോയി അല്ലേ ചിറകുകൾ. എ ബിഗ് സ്പേസ് ഷിപ്പ് ലാൻഡഡ് ഓൺ ദ ഗ്രൗണ്ട്. ഒരു വലിയ അന്യഗ്രഹ ജീവികളുടെ വാഹനം ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്തു കേട്ടോ. സ്പേസ് ഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്, അന്യഗ്രഹ ജീവികളുടെ വാഹനത്തെയാണ് എന്ത് പറയുന്നത്, സ്പേസ് ഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഈ സ്പേസ് ഷിപ്പ് എന്താണ്, ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്തു. ഇറ്റ്സ് ഡോർ ഓപ്പൺഡ്. അതിൻ്റെ ഡോറ് തുറന്നു. എ ക്യൂട്ട് ഗ്രീൻ ഏലിയൻ വിത്ത് ബിഗ് ഐസ് ജംപ്ഡ് ഔട്ട്. എ ക്യൂട്ട് ഗ്രീൻ ഏലിയൻ, അതായത് മനോഹരമായ പച്ച നിറത്തിലുള്ള ഏലിയൻ വിത്ത് ബിഗ് ഐസ്. എന്താണ്, അതിന് വലിയ കണ്ണുകളാണ് ഉള്ളത്. ജംപ്ഡ് ഔട്ട്, പുറത്ത് ചാടി അല്ലേ. ഇറ്റ്സ് വെൻറ്റ് നിയർ ദ ഈഗിൾ. എന്നിട്ട് എന്ത് ചെയ്തു? ഈഗിളിനടുത്തേക്ക് പോയി. ദ ഏലിയൻ ഹാഡ് എ വാച്ച് ഓൺ ഇറ്റ്സ് റിസ്റ്റ്. ഏലിയൻ്റെ വാച്ച് കെട്ടുന്ന ഭാഗത്ത് എന്തുണ്ടായിരുന്നു? ഒരു വാച്ച് ഉണ്ടായിരുന്നു. ഇറ്റ് ടച്ച് ദ വാച്ച്. അപ്പോൾ ഏലിയൻ എന്ത് ചെയ്തു? ഏലിയൻ്റെ വാച്ച് ഒന്ന് ടച്ച് ചെയ്തു. എ ബ്ലൂ ബീം ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ദ ഈഗിൾ. അപ്പോൾ ഈ വാച്ചിൽ നിന്ന് ഒരു നീല വെളിച്ചം ഈഗിളിൻ്റെ പുറത്തു വീണു, പിക്ചറിൽ കാണുന്നത് പോലെ. വാട്ട് എ സർപ്രൈസ്, എന്തൊരു അത്ഭുതം. ദ ഈഗിൾസ് വിങ്സ് ഗോട്ട് ഹീൽഡ്. ഈഗിളിൻ്റെ പരുന്തിൻ്റെ എന്താണ്, വിങ്സ് എന്തായി, സുഖമായി.
എന്താണ് ഈ നമ്മുടെ ഏലിയൻ്റെ വാച്ചിലെ പ്രകാശം വന്ന് ഈഗിളിൻ്റെ പുറത്ത് വന്ന് വീണപ്പോൾ എന്തായി? ഈഗിളിൻ്റെ ചിറകുകൾ എന്താണ്? സുഖമായി. ന്യൂ ഫെദേഴ്സ് അപ്പിയർഡ് ഓൺ ഇറ്റ്സ് വിങ്സ്. പുതിയ തൂവലുകൾ അതിൻ്റെ ചിറകുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മങ്കി എന്താ പറയുന്നത്? ഓ വാട്ട് എ മാജിക്! എന്തൊരു മാജിക്കാണിത്. റാബിറ്റ് എന്തോ പറയുന്നുണ്ടല്ലോ. യെസ് ഇറ്റ് ഈസ് അമേസിങ് എന്ന്. ഇത് അതിശയകരമായിരിക്കുന്നു എന്ന് റാബിറ്റും പറയുകയാണ്. അടുത്ത പേജിൽ എന്താ ഉള്ളത്? ദ റാബിറ്റ്, ദ ഈഗിൾ ആൻഡ് ദ മങ്കി വെൻ നിയർ ദ സ്പേസ് ഷിപ്പ്. ആ മുയലും പരുന്തും കുരങ്ങനും ആ സ്പേസ് ഷിപ്പിനടുത്തേക്ക് പോയി. ആദ്യം ഈഗിളും കുരങ്ങനും റാബിറ്റും എന്താണ് ഈ സ്പേസ് ഷിപ്പിനെ കണ്ട് പേടിച്ചു അല്ലേ? പേടിച്ച് അതിൽ നിന്നുള്ള തീ കൊണ്ടാണ്, സ്പേസ് ഷിപ്പിലെ തീ കൊണ്ടാണ് ആരുടെ ചിറകുകൾ കരിഞ്ഞു പോയത്? പരുന്തിൻ്റെ ചിറകുകൾ കരിഞ്ഞു പോയി അല്ലേ? അപ്പോൾ അതിലുള്ള സ്പേസ് ഷിപ്പിലെ ഏലിയൻ വന്ന് പരുന്തിനെ സുഖപ്പെടുത്തിയപ്പോൾ അവർക്ക് പേടി മാറി അടുത്തേക്ക് ചെല്ലുന്നതാണ്. നോക്കൂ ഏലിയൻ എന്തോ പറയുന്നു നോക്കാം. ഹൈ ഫ്രണ്ട്സ്, ഐ ആം സോഗ്, ഐ ആം ഫ്രം മാർസ്. ഏലിയൻ ഇവരെ കണ്ടപ്പോൾ എന്താണ്? റാബിറ്റിനെയും മങ്കിയെയും ഈഗിളിനെയും കണ്ടപ്പോൾ സ്വയം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ മങ്കി എന്താ ചോദിക്കുന്നത്? വൈ ആർ യു ഹിയർ? എന്തിനാണ് നീ ഇവിടെ വന്നത് എന്ന് മങ്കി ചോദിക്കുകയാണ്. സോഗ് പ്രസ്ഡ് ഹിസ് വാച്ച്. സോഗ് അവൻ്റെ വാച്ച് അമർത്തി. എ പിക്ചർ പോപ്ഡ് അപ്പ് ഇൻ ദ എയർ. ഒരു ചിത്രം വായുവിൽ ഉയർന്നു വന്നു. പോപ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉയർന്നു വന്നു. ഡു യു നോ ഹിം? നിനക്ക് ഇവനെ അറിയാമോ? സോഗ് ആസ്ക്ഡ്. സോഗ് ചോദിച്ചു. ദിസ് ഈസ് ലക്കി അവർ ഫ്രണ്ട് സെഡ് ദ മങ്കി. ഇത് ലക്കിയാണ്, ഞങ്ങളുടെ കൂട്ടുകാരൻ എന്ന് മങ്കി പറഞ്ഞു. ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ ഹിം. ഞാൻ ഇവന് വേണ്ടി ഒരു ഗിഫ്റ്റ് കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇറ്റ്സ് ഫ്രം എ ലിറ്റിൽ സ്റ്റാർ. ഒരു ചെറിയ സ്റ്റാറിൽ നിന്നുള്ള ഗിഫ്റ്റാണ് ഇത് എന്ന് സോഗ് പറഞ്ഞു. സെഡ് സോഗ്. ഇത് ഏലിയൻ വാച്ചിൽ അമർത്തുമ്പോൾ ലക്കിയുടെ ചിത്രം ഉയർന്നു വരുന്നത്. സോഗ് പ്രസ്ഡ് ഹിസ് വാച്ച് എഗെയിൻ. സോഗ് വീണ്ടും അവൻ്റെ വാച്ച് അമർത്തി. അനദർ പിക്ചർ പോപ്ഡ് അപ്പ്. മറ്റൊരു ചിത്രം ഉയർന്നു വന്നു. ലക്കി ഈസ് ഓൺ ദ റിവർ സൈഡ്. ലക്കി പുഴയുടെ തീരത്താണ് ഉള്ളത്. കം ലെറ്റ്സ് ഗോ ദെയർ. വരൂ നമുക്ക് അങ്ങോട്ട് പോകാം. സെഡ് ദ ഈഗിൾ. എന്ന് ആരാ പറഞ്ഞത്? ഈഗിൾ പറഞ്ഞു. ലക്കിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്റ്റാർ ഇൻ ദ ജാർ എന്ന പാഠഭാഗത്തിലെ കഥാപാത്രമാണ് ലക്കി അല്ലേ? ലക്കി വാസ് ഫിഷിംഗ് ഇൻ ദ റിവർ. ലക്കി പുഴയിൽ മീൻ പിടിക്കുകയായിരുന്നു. ഹൈ ലക്കി, ഐ ആം സോഗ് ഫ്രം മാർസ്. ലക്കിയെ കണ്ടപ്പോൾ ഏലിയൻ ലക്കിയുടെ അടുത്ത് സ്വയം പരിചയപ്പെടുകയാണ്. ഹൈ ലക്കി, ഐ ആം സോഗ് ഫ്രം മാർസ്. ഞാൻ മാർസിൽ നിന്നുള്ള സോഗാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ യു. ഞാൻ നിനക്കായിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സോഗ് ഹാൻഡഡ് ഓവർ എ ബോക്സ് ടു ലക്കി. സോഗ് കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് ആർക്ക് കൈമാറി? ലക്കിക്ക് കൈമാറി. ഹാൻഡഡ് ഓവർ കൈമാറുക. സോഗ് ലുക്ക് അറ്റ് ദ റിവർ. സോഗ് അന്യഗ്രഹ ജീവി പുഴയെ നോക്കി. എന്നിട്ട് എന്തോ ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദീസ്? ഇത് എന്താണ്? പുഴ ആദ്യമായിട്ടാണ് നമ്മുടെ അന്യഗ്രഹ ജീവി കാണുന്നത് കേട്ടോ. അതാണ് വാട്ട് ഈസ് ദീസ് എന്ന് ചോദിച്ചത്. ഇത് എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ലക്കി എന്താ പറയുന്നത് നോക്കൂ. ഇറ്റ്സ് എ റിവർ. ഇതൊരു പുഴയാണ്. ഇറ്റ്സ് എ റിവർ. ഇതൊരു പുഴയാണ്. കം വി ക്യാൻ പ്ലേ ഇൻ വാട്ടർ. വരൂ നമുക്ക് പുഴയിൽ ഇറങ്ങി കളിക്കാമെന്ന് ലക്കി പറയുകയാണ്. സോഗ് ഡിപ്ഡ് ഹിസ് ഫീറ്റ് ഇൻ ദ വാട്ടർ. സോഗ് അവൻ്റെ കാലുകൾ വെള്ളത്തിൽ മുക്കി. അപ്പോൾ കണ്ടോ ചിത്രത്തിൽ കാണുന്ന കേട്ടോ ഏലിയൻ അവൻ്റെ കാലുകൾ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ ഏലിയൻ പറയുന്നത്? വാവ് ഹൗ കൂൾ. ഓ നല്ല തണുപ്പെന്ന് നമ്മൾ ഏലിയൻ പറയുകയാണ്. നോക്കൂ പുഴയിൽ വെള്ളത്തിൽ റാബിറ്റുണ്ട്, മങ്കിയുണ്ട്, ലക്കിയുണ്ട് അല്ലേ? നിങ്ങളൊന്നും ആ പുഴയിലൊന്നും ഇറങ്ങാൻ പോവില്ലേ കേട്ടോ. കഥയിലായതുകൊണ്ട് ഇങ്ങനെ നീന്തുന്നു അല്ലേ? നമ്മൾ കുട്ടികൾ വെള്ളത്തിൽ നീന്താൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മുങ്ങിപ്പോകും. അതുകൊണ്ട് കുട്ടികളാരും വെള്ളത്തിൽ പുഴയിലൊന്നും എടുത്ത് ചാടാൻ നിൽക്കരുത്. അടുത്ത പേജിൽ ഓൾ ഓഫ് ദം പ്ലേഡ് ഇൻ ദ റിവർ ഫോർ എ ലോങ് ടൈം. എല്ലാവരും പുഴയിൽ നീണ്ട നേരം കളിച്ചു. എന്നിട്ട് ഏലിയൻ എന്തോ പറയാനല്ലോ. നോക്കൂ ഏലിയൻ്റെ എക്സ്പ്രഷനൊക്കെ നോക്കൂ. ഓ നോ മൈ വാച്ച്. ഓ എൻ്റെ വാച്ച്. മൈ വാച്ച് ഈസ് ലോസ്റ്റ്. എൻ്റെ വാച്ച് നഷ്ടപ്പെട്ടു. ഐ കാൺ ഫ്ലൈ ദ സ്പേസ് ഷിപ്പ് വിത്തൗട്ട് ഇറ്റ്. എനിക്ക് ഈ സ്പേസ് ഷിപ്പിനെ ഈ വാച്ചില്ലാതെ പറത്താൻ കഴിയില്ല എന്ന്
വിഷമത്തോടെ ഏലിയൻ പറയാണ്, സോഗ് പറയുകയാണ്. ഈ ചിത്രത്തിൽ നോക്കൂ, ലക്കി എന്ത് ചെയ്യുന്നു? ഡോണ്ട് വെറി സോഗ്, ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ്. വിഷമിക്കേണ്ട സോഗ്, നമുക്കത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ലക്കി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. ലക്കി ഡൈവ്ഡ് ഇൻ ടു ദ വാട്ടർ. ലക്കി പുഴയിൽ വെള്ളത്തിലേക്ക് ചാടി. ദ മങ്കി ആൻഡ് ദ റാബിറ്റ് സെർച്ച്ഡ് ഇറ്റ് ഓൺ ദ റിവർ സൈഡ്. മങ്കിയും റാബിറ്റും പുഴയുടെ തീരത്ത് വാച്ചിനെ തിരഞ്ഞു. നോക്കൂ, ലക്കി വെള്ളത്തിൽ ചാടി, ലക്കിക്ക് വാച്ച് കിട്ടിയല്ലേ. എന്നിട്ട് ലക്കി എന്താ പറയുക? നോക്കൂ, ഹിയർ ഈസ് യുവർ വാച്ച്, ഇതാ നിൻ്റെ വാച്ച് എന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ്. സോഗ് പറഞ്ഞു, താങ്ക് യു ഫ്രണ്ട്സ്, നന്ദി കൂട്ടുകാരെ എന്ന്, എൻ്റെ വാച്ച് കണ്ടെത്തിയതിന് കൂട്ടുകാർക്ക് നന്ദി എന്ന് സോഗ് പറഞ്ഞു. സോഗ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് നിയർ ദ സ്പേസ്ഷിപ്പ്. സോഗും അവൻ്റെ കൂട്ടുകാരും സ്പേസ്ഷിപ്പിൻ്റെ അടുത്തേക്ക് പോയി. സോഗ് ടച്ച്ഡ് ഹിസ് വാച്ച്. സോഗ് അവൻ്റെ വാച്ച് തൊട്ടു. ദ ഡോർ ഓപ്പൺഡ്. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്തു? കതക് തുറന്നു, ഡോറ് തുറന്നു. ബൈ ഫ്രണ്ട്സ്, എല്ലാവരോടും എന്താണ് സോഗ് യാത്ര പറഞ്ഞു, ബൈ പറഞ്ഞു. സോഗ് ഗോട്ട് ഇൻ ടു ദ സ്പേസ്ഷിപ്പ്. സോഗ് സ്പേസ്ഷിപ്പിലേക്ക് കയറി. സൂം, സ്പേസ്ഷിപ്പ് പൊങ്ങുന്ന സൗണ്ടാണ് സൂം. ദ സ്പേസ്ഷിപ്പ് സോർഡ് അപ്പ് ഇൻ ടു ദ സ്കൈ. സ്പേസ്ഷിപ്പ് ഉയരത്തിലേക്ക്, ആകാശത്തിലേക്ക് ഉയർന്ന് പൊങ്ങി. താഴെ നിൽക്കുന്ന 4 പേരും എന്താണ്, മങ്കിയും ലക്കിയും റാബിറ്റും ഈഗിളും ബൈ പറയുകയാണ് കേട്ടോ. നമ്മുടെ സോഗ് അന്യഗ്രഹ ജീവിയല്ലേ, മാർസിലേക്ക് പറന്ന് പോവുകയാണ് അല്ലേ, സ്പേസ്ഷിപ്പിൽ പോവുകയാണ്. അപ്പോൾ ഇവർ ബൈ പറയുകയാണ്. അപ്പോൾ കഥ ഇഷ്ടമായോ? നല്ലൊരു കഥയായിരുന്നു അല്ലേ. ഇനി ഇതിലൊരു പ്രവർത്തനമുണ്ട്, ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്, അതുകൂടെ ചെയ്യാം. ചോദ്യം നോക്കാം. മാർക്ക് ടിക്ക് ഫോർ ട്രൂ സെൻറ്റൻസസ് ആൻഡ് ഇൻറ്റു ഫോർ ഫാൾസ് സെൻറ്റൻസസ്. അതായത് ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്, 6 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അത് സെൻറ്റൻസ് ശരിയാണെങ്കിൽ എന്ത് ചെയ്യുക? ടിക്ക് മാർക്കും, തെറ്റാണെങ്കിൽ ഇൻറ്റു മാർക്കും നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. സോഗ് ഗോട്ട് ഹിസ് വാച്ച് ഫ്രം ദ റിവർ. സോഗിന് അവൻ്റെ വാച്ച് നദിയിൽ നിന്ന് കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് നൽകണം. രണ്ടാമത്തെ സെൻറ്റൻസ്, എൻ ഏലിയൻ ഫെൽ ഡൗൺ ഫ്രം ദ സ്കൈ. ഒരു ഏലിയൻ ആകാശത്തു നിന്ന് വീണു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏലിയനാണോ ആകാശത്തിൽ നിന്ന് താഴെ വീണത്? അല്ല, ഈഗിളായിരുന്നു. അപ്പോൾ ഈ സെൻറ്റൻസ് തെറ്റാണ്. തേർഡ് സെൻറ്റൻസ്, ദ മങ്കി ആൻഡ് ദ റാബിറ്റ് ഹിയർഡ് എ ലൗഡ് നോയ്സ്. മങ്കിയും റാബിറ്റ് ഒരു വലിയ ശബ്ദം കേട്ടു. ഈ സെൻറ്റൻസ് ട്രൂ ആണ് അല്ലേ. അപ്പോൾ എന്താണ്? ടിക്ക് മാർക്ക് നൽകുക. ഫോർത്ത് സെൻറ്റൻസ് നോക്കൂ. സോഗ് ബ്രോട്ട് എ ഗിഫ്റ്റ് ഫോർ ദ മങ്കി. അതായത് സോഗ് ആർക്കാണ് ഗിഫ്റ്റ് കൊണ്ടുവന്നത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? മങ്കിക്കാണ് അല്ലേ. അപ്പോൾ ഈ സെൻറ്റൻസ് തെറ്റാണ്. മങ്കിക്കല്ല, ലക്കിക്കാണ് കൊണ്ടുവന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കൂ. സോഗ് വാണ്ടഡ് ടു സീ ലക്കി. സോഗ് ലക്കിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു അല്ലേ. അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്? ശരിയാണ്, ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ടിക്ക് മാർക്ക് നൽകുക. ലാസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. സോഗ് ഹീൽഡ് ദ ഈഗിൾസ് വൂണ്ട്. അതായത് സോഗ് ഈഗിളിൻ്റെ മുറിവ് മാറ്റി അല്ലെങ്കിൽ സുഖപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് ശരിയാണ്. ഇതോടുകൂടി ഇപ്പോൾ തന്നെ അവസാനിച്ചു. വീണ്ടും കാണാം. നന്ദി.